ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ വന്നത്. എൻ്റെ മോളുടെ ഓരോ ടൈം പാസുകളാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ ഇതുപോലെ തന്നെയാവുമെന്ന് എനിക്കും തോന്നുന്നു. ഞാനിന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ എന്നും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ആൾക്കും ഒരു മോപ്പ് വേണം, അതുപോലെ തന്നെ ഒരു ബ്രഷും വേണം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 ബ്രഷും 2 മോപ്പായി ഇപ്പോൾ മേടിച്ച് വെച്ചത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ ആളൊപ്പം ബ്രഷ് ചെയ്യും, അതേപോലെ തന്നെ ഞാൻ മോപ്പ് ചെയ്യുമ്പോൾ ആളൊപ്പം മോപ്പ് വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ മോപ്പ് ചെയ്യും. അപ്പോൾ അവളവിടെ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർട്ടൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആൾക്ക് മോപ്പും വേണം. അപ്പോൾ അവൾ കാർട്ടൂൺ കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു ടൈം പാസ്, അവളുടെ ഒരു ടൈം പാസ് അല്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആളൊന്ന് കാണാണ്ടാണ് എടുത്തത്. അപ്പോൾ കുറച്ച് നേരം ആൾ മോപ്പ് കൊണ്ട് തുടയ്ക്കും, അത് കഴിഞ്ഞാൽ കുറച്ച് നേരം വീഡിയോ നിന്ന് കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോപ്പിൻ്റെ മുകളിൽ കുറച്ച് സർക്കസൊക്കെ കാണിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ പൈനാസ് അല്ല ഇപ്പോൾ അടുത്ത ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത്. പൈനാസിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പുറത്തെ ആൾ എൻ്റെ മൊബൈൽ പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ മൊബൈലിൽ ഒരു പ്ലേറ്റിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ അപ്പുറത്ത് ഫോട്ടോ എടുക്കും, ഞാൻ ഇപ്പുറത്ത് ഫോട്ടോ എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ എന്നിങ്ങനത്തെ ഓരോ വിക്രസുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ മക്കൾ ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മൾ ചെയ്യുന്നതാണ് മക്കളും കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ സത്യത്തിൽ എൻ്റെ കിച്ചണിലായാലും കുക്ക് ചെയ്യുമ്പോഴും ഒപ്പം ആളുണ്ടാവും. നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്നെങ്കിൽ എൻ്റെ മോളെ കാണാൻ പറ്റും, അല്ലെങ്കിൽ മോളെ കയ്യ കാലം എന്തെങ്കിലുമൊക്കെ ഏറ്റവും സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവൾ ഉറങ്ങിയിട്ട് കുക്ക് ചെയ്യാത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലും ഒപ്പം ആൾ എണിച്ചിട്ട് വരും. അപ്പോൾ ആളൊപ്പം നിൽക്കും. അപ്പോൾ അവൾക്ക് ഒപ്പം ചപ്പാത്തി ആണെങ്കിൽ അതിൻ്റെ മാവ് കുഴയ്ക്കണം, അതുപോലെ പരത്തും. എന്നിട്ട് അവൾ പറയും ബേബി ചപ്പാത്തി അവൾക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കും. അപ്പുറത്ത് ഞാൻ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ദോശയായാലും എല്ലാം ആളൊപ്പം ഉണ്ടാവും. അപ്പോൾ കാരണം ആൾക്ക് കുക്കിങ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. കിച്ചണിൽ ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ആൾ കറക്റ്റ് പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നല്ല കാര്യമാണെന്ന്. നമുക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുഞ്ഞു കുട്ടികളായാലും നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ അവരത് കണ്ടു പഠിക്കും. ഇപ്പോൾ പഠിക്കുന്ന പ്രായമല്ലേ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ മക്കളെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് അവർ കുറച്ച് കുറുമ്പ് കാണിച്ചിട്ട് അത് ചിലപ്പോൾ അത് തട്ടിക്കളയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. എങ്കിൽ പോലും നമ്മൾ അവരെയും വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും അറിയാം അതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അവർക്കിത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കിച്ചണിൽ വരണില്ല എന്നുകൊണ്ട് നമ്മൾ വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെയും മക്കൾ ഇതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കൾ ഇതുപോലെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.